വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എത്രയോ പ്രാവശ്യം നമ്മൾ പഠിച്ച വാക്യമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ഞാൻ അതാണെന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിൻ്റെ ഉറപ്പാണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. നമ്മൾ വിശ്വാസം എന്ന പാർട്ടിൻ്റെ ആ ഒരു ഭാഗത്തെക്കുറിച്ച് ഒത്തിരി നമ്മൾ പ്രസംഗിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ആശിക്കുക. ഹോപ്പ്, പ്രത്യാശ എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ ഏറ്റവും ബേസിക്കൽ അടിസ്ഥാനമാണ്. അതായത് പ്രത്യാശ ഇല്ലാതെ വിശ്വാസമില്ല. ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. അപ്പോൾ ആശിക്കാതിരുന്നാൽ അവിടെ പിന്നെ വിശ്വാസത്തിന് നിൽക്കാൻ പറ്റില്ല. ആശ എന്ന് പറയുന്നത്, പ്രത്യാശ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഗ്രീക്ക് വാക്കിൽ എൽപിസ് എന്നൊരു വാക്കാണ്. നിങ്ങളതൊന്നും ഓർത്തു വയ്ക്കണമെന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞു പോവുകയാണ്. അതായത് അതിനർത്ഥം ആൻറ്റിസിപ്പേറ്റ് വിത്ത് പ്ലഷർ എന്നാണ്. സന്തോഷത്തോടു കൂടെ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുക. ഈ ലോകപരമായിട്ടുള്ള ചില പ്രത്യാശയുണ്ട്, ആശയുണ്ട്. അത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അവിടെ പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അവിടെ പോയെങ്കിൽ അത് ചെയ്യാമായിരുന്നു. ഇങ്ങനെ ചില ലോകപരമായി നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ബൈബിൾ നമ്മോട് പറയുന്ന ആശ അതല്ല. ബൈബിൾ പറയുന്ന ആശ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചെങ്കിൽ കൊള്ളായിരുന്നല്ല, അങ്ങനെ അത് സംഭവിക്കും. കാരണം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാക്കുകൾ, അതിലാണ് എൻ്റെ ആശ. സംഗീതക്കാരൻ പറയുകയാണ്, എൻ്റെ പ്രത്യാശ നിന്റെ വചനത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. കാരണം ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ സംഭവിക്കും എന്ന് ആശിക്കുന്നതാണ് യഥാർത്ഥമായ പ്രത്യാശ, ആശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഒരിക്കലും നമ്മൾ മോശം കാര്യത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തോടെ കാത്തിരിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഒരു കോൺക്രീറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ ഉറപ്പോടുകൂടെ പ്രത്യാശിക്കുന്നതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉറപ്പാണ് വിശ്വാസം എന്ന്. അതായത് അതിനർത്ഥം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ബൈബിൾ പരമായുള്ള ആശ അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തയ്ക്കകത്ത്, ഇമാജിനേഷനിൽ ഒരു നല്ല റിപ്പോർട്ട് ഉണ്ടാക്കിയെടുത്ത് അതിനെ കാണുന്നതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയാം. ഈ ലോകപരമായി നിങ്ങൾക്ക് ഡോക്ടേഴ്സ് നെഗറ്റീവ് റിപ്പോർട്ട് തരുമ്പോൾ, നിങ്ങളുടെ സിറ്റുവേഷൻസ് നെഗറ്റീവ് പറയുമ്പോൾ, എല്ലാം നെഗറ്റീവ് ആയിരിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഗുഡ് റിപ്പോർട്ട്, നല്ലൊരു റിപ്പോർട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ആശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് വിശദീകരിക്കാം. ഉദാഹരണത്തിന് നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഒരു ചുമന്ന പൂവിനെ സങ്കല്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ചുമന്ന പൂവ് എന്ന് എഴുതിയിരിക്കുന്നത് കാണുമോ, അതോ ചുമന്ന പൂവിനെ കാണുമോ? സിമ്പിൾ. ചുമന്ന പൂവിനെ ഇപ്പൊ തന്നെ കണ്ടില്ലേ? മഞ്ഞപ്പൂവ് സെക്കൻഡിൽ മഞ്ഞപ്പൂവായില്ലേ? മാറിയില്ലേ? മഞ്ഞയും ചുവപ്പും ചേർന്ന പൂവ്. പറ്റിയോ ഇല്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയോ? അപ്പോൾ ദൈവത്തിന്റെ വചനം നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ വചനമല്ല കാണുന്നത്, അതിനെ പിക്ചറൈസ് ചെയ്ത് കാണണം. ഹല്ലേലൂയ. അതിനെ പിക്ചറൈസ് ചെയ്ത് കാണണം. ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുകയാണ്, യു ആർ ബ്ലെസ്ഡ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ബ്ലെസ്ഡ് എന്ന വാക്കല്ല കാണേണ്ടത്, ഐ ആം ബ്ലെസ്ഡ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ തന്നെ കാണണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ദൈവത്തിന്റെ വചനം ഇപ്പൊ എൻ്റെ വചനമായി വിനോദം ഞാൻ നിങ്ങളോട് പറയുകയാണ്, മഞ്ഞപ്പൂവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വേർഡിനെ നിങ്ങൾ കണ്ടു. വേർഡായിട്ടല്ല, അതെന്ത് പറഞ്ഞോ അങ്ങനെ കണ്ടു. ശരിയല്ലേ? ഇന്ന് നിങ്ങളുടെ സെൻസുകൾ, ചുറ്റുമുള്ള ആളുകൾ, സാഹചര്യങ്ങൾ നിങ്ങളോട് എന്തെല്ലാം പറയുന്നു, നിങ്ങൾ തീർച്ചയായും അങ്ങനെയല്ലേ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞ വാക്കുകളെ അല്ലല്ലോ, അവർ പറഞ്ഞതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെയല്ലേ ചിന്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മോശപ്പെട്ടവനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, കഴിവില്ലാത്തവനാണ്. ഇതൊക്കെ ആരൊക്കെയോ പറഞ്ഞതോ നിങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലൊരു രൂപം ഉണ്ടാക്കി നിങ്ങളെക്കുറിച്ചൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുമല്ലേ? ശരിയല്ലേ? ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലാകത്തില്ലേ? നിങ്ങളെക്കുറിച്ചൊരു പിക്ചർ നിങ്ങൾക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചൊരു ഇമേജ് അല്ല അവിടെ കിട്ടുന്നേ. വചനം പറയും, ദൈവത്തിന്റെ വചനം ഒരു കണ്ണാടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, യാക്കോബ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ഒരു കണ്ണാടിയാണ്. നിങ്ങൾ അതിനകത്ത് നോക്കുമ്പോൾ നിങ്ങളെ അത് കാണിച്ചു തരികയാണ്, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു. എന്നാൽ നിങ്ങൾ അതിനെ അങ്ങനെ കാണാതെ നിങ്ങൾ മറന്നിട്ട് പോയി കഴിഞ്ഞാൽ സാധാരണ മുഖം നിങ്ങൾ സാധാരണ കണ്ണാടി കണ്ടിട്ട് മറക്കുന്ന പോലെ തന്നെയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മറന്നു കളയാനല്ല,
അങ്ങനെ തന്നെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടും അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഇമാജിനേഷൻ എന്ന് പറയുന്നത്, ചിന്ത എന്ന് പറയുന്നത്, സങ്കല്പം എന്ന് പറയുന്നത് ദൈവത്താൽ നൽകപ്പെട്ട ഒരു മനോഹരമായ ഗിഫ്റ്റാണ്. ശത്രു ഏറ്റവും കൂടുതൽ ഇന്ന് മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി കോട്ടിക്കളഞ്ഞ ഗിഫ്റ്റും അത് തന്നെയാണ്. ശരിയല്ലേ? ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ ദുഷ്ടപ്രവൃത്തികളും എവിടെ ആരംഭിക്കുന്നത്? ഇമാജിനേഷനിലാണ്. ചിലരുടെയൊക്കെ സ്വപ്നങ്ങളിൽ, ചിലരുടെയൊക്കെ ചിന്തകൾക്ക് വന്ന സാധനമാണ് പുറത്ത് കാണുന്നത്. നമ്മുടെ അകത്തും എന്തെല്ലാം ചിന്തകൾ വരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നിങ്ങളോട് ഞാൻ പറയുമ്പോൾ നിങ്ങളെ ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനം പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ അങ്ങനെ ഇമാജിൻ ചെയ്യണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു, നിങ്ങൾ നന്മ പ്രാപിക്കും, നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. ഇത് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങളെ കാണുക. ഇവിടെ എബ്രഹാം പറയുകയാണ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ എഴുതുന്നത് ഫെയ്ത്ത് ഗീവ്സ് സബ്സ്റ്റൻസ് ടു വാട്ട് വി ഹോപ്പ് ഫോർ. അതായത് ഉദാഹരണം ഞാൻ പറയാം, എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഉദാഹരണം നോക്കിയേ, നിങ്ങളൊരു വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്തു. നിങ്ങൾ വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വയ്ക്കാനുള്ള കല്ലുണ്ട്, സിമൻ്റ് ഉണ്ട്, തടിയുണ്ട്, സ്റ്റീലുണ്ട്, എല്ലാം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനെടുത്ത് ഇതിനെ വായുവിൽ എറിഞ്ഞാൽ വീടായി മാറുമോ? മാറുമോ? അതിനാദ്യം എന്ത് വേണം? ഒരു ബ്ലൂ പ്രിന്റ് വേണം. എങ്ങനെ എൻ്റെ വീട് ഇരിക്കണം, ഞാൻ അതിനെ മനസ്സിൽ കാണും. ചിലപ്പോൾ ഞാനൊരു എഞ്ചിനീയറോട് പറഞ്ഞ് അത് വരച്ച് അത് കാണുമ്പോൾ എനിക്കറിയാം എൻ്റെ വീട് എങ്ങനെ ഇരിക്കും. ചിലപ്പോൾ സ്റ്റീൽ ഉണ്ടാവില്ല, നിങ്ങൾക്ക് സിമൻ്റ് ഉണ്ടാവില്ല, മണലുണ്ടാകത്തില്ല, ഒന്നും ഉണ്ടായില്ലെങ്കിലും വീട് എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റും. ശരിയല്ലേ? മനസ്സിൽ കണ്ടു കഴിയുമ്പോൾ അതിൽ വയ്ക്കാനുള്ള സാധനങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നതാണ് ആശ, വയ്ക്കുന്ന സാധനങ്ങളാണ് വിശ്വാസം. ഹല്ലേലൂയ. ഇത് രണ്ടും വേണം നമുക്ക്. ചിലർ പറയും, ഇന്ന് ലോകത്ത് നോക്കിയാൽ അറിയാം, പലരുടെയും മുഖത്ത് അവർ തകർന്നു പോകുന്നത് അവരുടെ ആശ നശിക്കുമ്പോഴാണ്, പ്രത്യാശ ഇല്ലാതിരിക്കുമ്പോഴാണ്, പ്രതീക്ഷകൾ നശിക്കുമ്പോഴാണ്, അവർക്ക് ഒന്നും നല്ലത് പ്രത്യാശിക്കാൻ ഇല്ലാതിരിക്കുമ്പോഴാണ് അവർ തകർന്നു പോകുന്നത്. എന്നാൽ നമുക്കൊരു നല്ല വാർത്തയുണ്ട്, നമുക്ക് പ്രത്യാശിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് പ്രത്യാശിക്കാനുണ്ട്. യിരെമ്യാവിന്റെ പുസ്തകം 29:11 പറയുകയാണ്, ദൈവത്തിൻ്റെ എന്നെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം തന്നെ എനിക്ക് ശുഭഭാവി നൽകാനുള്ളതാണ്. എനിക്ക് എങ്ങനെ നല്ല ജീവൻ തരാം, എനിക്ക് നല്ല ഓരോ ദിവസവും എന്നെ നിങ്ങൾ നല്ലതാക്കാം എന്നാണ് എൻ്റെ ദൈവത്തിൻ്റെ ചിന്ത. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ശുഭമായൊരു ഭാവി, ഏറ്റവും ബെസ്റ്റ് ഫ്യൂച്ചർ നൽകുക എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വപ്നമാണ്. ഹല്ലേലൂയ. ഓരോ നിമിഷവും ദൈവം ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയുള്ളതാണോ, ഒരിക്കലും ഒരു ദോഷത്തിന് വേണ്ടി അല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക, യിരെമ്യാവ് 29:11 വാക്യം എഴുതിയിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഈ ഹോപ്പ്, വിശ്വാസത്തിന് മുമ്പ് അവിടെ പ്രത്യാശ, അല്ലെ ആശ എന്ന് പറയുന്നത് അത് ബ്ലൂ പ്രിന്റ് ആണ്. അതായത് പോസിറ്റീവ് ഇമാജിനേഷൻ. ഒരു മനോഹരമായ ഒരു അനുഭവം ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട്. അതായത് യോങ്കി ചോ എന്ന് പറയുന്ന പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ 4th ഡയമെൻഷൻ എന്ന് പറയുന്ന ബുക്കിനകത്ത് ഒരു അനുഭവ കഥ എഴുതുന്നുണ്ട്. അതിങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സഭയിലെ ഒരു വ്യക്തി ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കോമ സ്റ്റേജിലായി ഹോസ്പിറ്റൽ അഡ്മിറ്റായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹം ആ മനുഷ്യനെ കാണാനായിട്ട് ഓടിയെത്തി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, പാസ്റ്റർ ഒരു ചാൻസും ഇല്ല, നോ ഹോപ്പ്. ഈ വാക്കാ പറഞ്ഞു, നോ ഹോപ്പ്. ഒരു പ്രത്യാശയും ഇല്ല, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. കാരണം അദ്ദേഹം ആക്സിഡൻറ്റിൽ പെട്ടതിനകത്തുള്ള കുടൽ വരെ കീറി, അതിനകത്തുള്ള എന്താ പറയുക, വേസ്റ്റ് എക്സ്ക്രീഷൻ, നമ്മൾ മലം എന്ന് പറയുക പുറത്തു പോകുന്ന എല്ലാം അതിനകത്ത് കലങ്ങി വല്ലാത്തൊരവസ്ഥയിലാണ് ഈ മനുഷ്യൻ കിടക്കുന്നത്. കോമ സ്റ്റേജിലാണ്, യാതൊരു വിധമായ പ്രതീക്ഷയും ഇല്ല എന്ന് പറയും. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇദ്ദേഹം ആ ഹോസ്പിറ്റൽ റൂമിൽ കയറി ചെന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹോസ്പിറ്റൽ റൂമിൽ പോകുമ്പോൾ അദ്ദേഹം ആദ്യം ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് പരിശുദ്ധാത്മാവോട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ അല്പസമയത്തിലേക്ക്, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരണേ, സുബോധത്തിലേക്ക് കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. ആ ബുക്കിൽ അദ്ദേഹം അദ്ദേഹം അനുഭവം എഴുതുകയാണ്. അത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യൻ കണ്ണു തുറക്കും. കണ്ണു തുറന്ന് ഒരു പ്രതീക്ഷയിലായിരിക്കും ഈ മനുഷ്യൻ ആദ്യം പാസ്റ്ററെ കണ്ടപ്പം സംസാരിക്കുന്നതാണ്, ഞാൻ മരിച്ചു പോകും പാസ്റ്ററെ എന്ന് പറഞ്ഞു. ഭയങ്കരമായ ഒരു ആക്സിഡന്റ് നടക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഉടനെ ആ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും, ഒറ്റ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു കാര്യം പറയുകയാണ്. അത് വിശദീകരിച്ച് പറയുന്നുണ്ട് അതിനകത്ത്, ഞാൻ അതെല്ലാം പറയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഒരു ചെറുപ്പക്കാരൻ രാവിലെ എഴുന്നേറ്റ്
ഭാര്യ മക്കൾക്കും ടാറ്റ കൊടുത്ത് ഓഫീസിലേക്ക് പോകുന്നു. വളരെ സന്തോഷമായി ഓഫീസുകാരെല്ലാം ചെയ്യുന്നു. മടങ്ങി വളരെ സന്തോഷത്തോടെ കുറേ സാധനങ്ങളുമായി വരുന്നു. ആ മക്കൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഭാര്യ വന്ന് സന്തോഷത്തോടെ ചായ തരുന്നു. ഇങ്ങനെ സന്തോഷമായുള്ളൊരു കുടുംബം സങ്കല്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ നിങ്ങളാണ്, ആ ചെറുപ്പക്കാരൻ നിങ്ങളാണ്. നിങ്ങളോട് പറയാൻ കഴിയുമോ, നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ ജീവിക്കും, നിങ്ങൾ ജീവനോടെ ഇരുന്ന് യഹോവയുടെ നന്മയെ കാണുമെന്ന് പറയാൻ കഴിയുമോ, ഹൃദയം ചിന്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചിന്തിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഉടനെ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ, എൻ്റെ ഭാഗം കഴിഞ്ഞു, നിന്റെ ഭാഗം ചെയ്താട്ടെ. അതായത് ഞാൻ മരിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ സൗഖ്യമാക്കാൻ പരിശുദ്ധാത്മാവിന് പോലും കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാനിത് വായിച്ച് മനോഹരമായി തോന്നിയ കാര്യം, ആ മനുഷ്യന് ഇത് കഴിഞ്ഞ് 3 വീക്സ് 3 ആഴ്ച കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് അത്ഭുതമായി സൗഖ്യമായി പുറത്തു വരും. അത് കഴിയുമ്പോൾ യോങ്കിച്ചോ പറയുന്നൊരു കാര്യമാണ്. അദ്ദേഹം പറയുകയാണ്, ഈ മനുഷ്യൻ എപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയോ, അദ്ദേഹം ആ റൂമിനകത്ത്, ഹോസ്പിറ്റൽ റൂമിനകത്ത് ഭയങ്കരമായ ചൂട് അനുഭവപ്പെട്ടു, ഭയങ്കരമായുള്ള ഹീറ്റ് അനുഭവപ്പെട്ടു. അവിടുന്ന് നേഴ്സുമാർ പറയാൻ തുടങ്ങി, AC ഇട്ട ICUവിനകത്ത് നിന്നിട്ട് നേഴ്സുമാർ പറയുകയാണ്, ഭയങ്കര ചൂട് എന്ന് പറയുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് മനസ്സിലായി, ആ ചൂട് അത് മറ്റൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് ICUവിനകത്ത് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കരമായൊരു സാന്നിധ്യം അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്തതാണ്. ആ 4th Dimension എന്ന ബുക്ക് നിങ്ങൾ വായിച്ചറിയാം. അതിനകത്ത് അദ്ദേഹം എഴുതുകയാണ്, ഈ അറ്റ്മോസ്ഫിയറിനകത്ത് അവിടെ അസാധ്യമെന്ന് പറഞ്ഞ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി മാറ്റി. ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങൾ ഈ അറ്റ്മോസ്ഫിയറിനകത്ത് ഇരിക്കുമ്പോൾ നിങ്ങളുടെ തോട്ട്, നിങ്ങളോട് പറയുന്ന ചിന്തകളെ പറയുന്നത് മാറ്റണം. നിങ്ങൾ ഇന്നലെ വരെ പരാജയത്തിൻ്റെ ചിന്തകൾ, ഞാൻ ഒന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞ ചിന്തകൾ, കുടുംബജീവൻ ശരിയാവത്തില്ല ചിന്തകൾ, എന്തൊക്കെ നെഗറ്റീവ് തോട്ട് പറഞ്ഞോ, എന്തൊക്കെ ആലോചിച്ച് കൂട്ടിയോ, അതൊരു നിമിഷം ഒന്ന് മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കാമെങ്കിൽ ഇന്ന് രാത്രി ചിലതൊക്കെ നിങ്ങൾക്ക് പണിയാനായി കഴിയും. ഇന്ന് രാത്രി അതിനെ നിങ്ങൾ കൺമുന്നിൽ കാണാനായി കഴിയും. ഹല്ലേലൂയ. അതായത് വിശ്വസിക്കുന്നതിന് മുന്നേ, വിശ്വാസം എന്ന് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ആശയാണ്. ആശിക്കുമ്പോഴാണ്, ഒരു പോസിറ്റീവ് ഇമാജിനേഷൻ ഉണ്ടാകുമ്പോഴാണ് അവിടെ നമുക്ക് ചിലതൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ആ ബിൽഡിംഗ് മെറ്റീരിയലും ആ ഹോപ്പ് എന്ന് പറയുന്നത് ബ്ലൂ പ്രിൻ്റുമാണ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾക്ക് ചിലതിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പുറത്തൊരിക്കലും ഇത് കാണില്ല. ഞാനൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്നതിനപ്പുറം ആ വീടിനെ കുറിച്ചൊരു സങ്കല്പം ഉണ്ടാവണം. ശരിയല്ലേ? എനിക്കൊരു പ്ലാൻ ഉണ്ടാവണം. ആ വീട് മാത്രമേ ഞാൻ പണിയത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ നാളുകളെ പ്ലാനുണ്ടോ? സ്വർഗം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ തോൽവിയാകുമെന്നല്ല വചനം പറഞ്ഞ്, നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് റിപ്പോർട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ ദേശത്തിൽ വാഴും, ഉയർച്ച പ്രാപിക്കും, അനേകർക്ക് വായ്പ കൊടുക്കും, അനേകർക്ക് അനുഗ്രഹമായി മാറും. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ഈ ഭൂമിയിലായിരിക്കുന്നു. യേശുവിനെ പിതാവ് എങ്ങനെ ഈ ഭൂമിയിൽ അയച്ചോ അങ്ങനെ നിങ്ങളെ ഈ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും തോൽവിയല്ല, നിങ്ങൾ ഒരിക്കലും ശത്രുവിൻ്റെ ഭക്ഷണമല്ല, നിങ്ങൾ സകലത്തെയും ജയിച്ചവനാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ച് നിന്നെ ശത്രുവിനെ തൊടാൻ കഴിയുകയില്ല. അത് ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾ അങ്ങനെ തന്നെ കാണാൻ കഴിയുമോ? നിങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ജയിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളെ അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ജയിച്ചു. ഇമാജിനേഷൻ എന്ന് പറയുന്നത് സ്പിരിച്വലി നോക്കിയാൽ ഒരു ഗർഭപാത്രം പോലെയാണ്. ആത്മമണ്ഡലത്തിലെ ഒരു ഗർഭപാത്രമാണ് ഇമാജിനേഷൻ. യേശു പറഞ്ഞു, നീ ഒരു സ്ത്രീയെ നോക്കി മോശമായി ചിന്തിച്ചാൽ നീ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ മനുഷ്യൻ കൈകൊണ്ട് തൊട്ടില്ല, കണ്ടില്ല, ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അവൻ മനസ്സിൽ ചിന്തിച്ചപ്പോൾ യേശു പറയുന്നു, നീ മനസ്സിൽ വ്യഭിചാരം ചെയ്യുന്നതല്ല, നീ ഫിസിക്കലി ഒറിജിനലി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. ഞാൻ നിങ്ങൾ പറയട്ടെ, അതിൻ്റെ മറുവശം, നീ ഒരു ഭവനം ഇവിടെ ചിന്തിച്ച് പണിതാൽ നീ ഒറിജിനലായിട്ട് പണിതത് പോലെ തന്നെയാണ്. ഹല്ലേലൂയ. നീ ഇതിനകത്ത് എന്താണോ പ്ലാൻ ചെയ്യുന്നത് അതാണ് നാളെ കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. നമുക്ക് നിസാരം പോലെ തോന്നുന്നു, നിസാരമല്ല. ചിലർ പറയും, വേറെ എനിക്ക് ഇതിന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും അതിനകത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, ഇമാജിൻ ചെയ്യാതിരിക്കാൻ വേണ്ടി. സത്യത്തിൽ ഇമാജിൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കരമായൊരു ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റിംഗ് ആണ്. ദൈവം ഇമാജിൻ ചെയ്യുന്ന മനുഷ്യനാണ്. ദൈവം ഇമാജിൻ ചെയ്യാതെയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. ദൈവം എന്തൊക്കെ ഇമാജിൻ ചെയ്തോ അതാണ് പുറത്തു വന്നത്.
ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നമ്മളെ കണ്ടത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ലോകസ്ഥാപന മുമ്പേ നമ്മെ അവൻ കണ്ടു. അവൻ മനസ്സിൽ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തു. ആ പ്ലാനിങ് ആണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം തരുന്ന ചിന്തകളെന്ന് പറയുന്നത് വളരെ വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 119 സങ്കീർത്തനം അതിൻ്റെ 114 വാക്യം പറയുകയാണ്, നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു, ഞാൻ നിന്റെ വചനത്തിൽ എൻ്റെ പ്രത്യാശയെ വച്ചിരിക്കുന്നു. എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകപ്രകാരമുള്ള ഒന്നിലുമല്ല, ദൈവത്തിൻ്റെ വചനത്തിലാണ്. ദൈവത്തിൻ്റെ വചനം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അതാണ് എൻ്റെ പ്രത്യാശ. അത് പ്രത്യാശയാണോ? അതിൻ്റെ പിന്നിൽ ബാക്ക് ചെയ്യാൻ വേണ്ടി ഫെയ്ത്ത് ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പറഞ്ഞില്ല നീ ഒരു തോൽവിയാണെന്ന് പറഞ്ഞില്ല, നിന്റെ കുടുംബജീവിതം ഒരു പരാജയമാണെന്ന് പറഞ്ഞില്ല, നിന്റെ മക്കൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, എല്ലാത്തിനും നീ ബ്ലെസ്ഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ മാത്രം നീ ഫോക്കസ് ചെയ്യും, അതിനെ മാത്രം നീ കാണുവാൻ തുടങ്ങ്. നീ ഉറപ്പായും എൻ്റെ കൺമുന്നിൽ കാണും. ചിലർ പറയില്ലേ, എനിക്ക് നല്ലൊരു ഇമാജിനേഷൻ ഫോം ചെയ്യാൻ പറ്റുന്നില്ല, ദൈവത്തിൻ്റെ വചനം വെച്ച് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല തോന്നിയാൽ ഞങ്ങൾക്ക് എളുപ്പ വഴി പറഞ്ഞുതരാം. നിങ്ങൾ റോമാലേഖനം 10-ാം അധ്യായം അതിന് 8-ാമത്തെ വാക്യം വായിക്കും. അവിടെ എഴുതിയിരിക്കുന്നതാണ്, ദൈവത്തിൻ്റെ വചനം എൻ്റെ വായിലും എൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ആദ്യം നിങ്ങളുടെ വായിൽ വരണം. നിങ്ങളൊരു കാര്യം റിപ്പീറ്റായിട്ട് നിങ്ങൾ വായിലെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക്, ഹൃദയത്തിൻ്റെ ഭാഗമായി മാറും. ഹല്ലേലൂയ. എളുപ്പ വഴി നിങ്ങൾക്ക് നിങ്ങളെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത എന്തായിക്കോട്ടെ, ആ ദൈവത്തിൻ്റെ വചനത്തെ റിപ്പീറ്റായിട്ട് പറയുക. റിപ്പീറ്റായി പറയുക എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ അത് ഇമാജിൻ ചെയ്യുന്ന തുല്യമാകും. നിങ്ങൾ പോലും അറിയാതെ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ കഴിയണം, നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടൊരു മനുഷ്യനായിട്ട്, രോഗിയായി കിടക്കുന്നതായിട്ടല്ല, ആരോഗ്യത്തോടെ നടക്കുന്നതായിട്ട്, ഒത്തിരി പേരും ചോദിക്കുന്നതായിട്ട്, ഓ ഇത്രയും നല്ല ആരോഗ്യം എങ്ങനെ ഉണ്ടായി ചോദിക്കുന്നതായിട്ട് നിങ്ങളെ തന്നെ കണ്ടു നോക്കി. എന്താ ഇത്ര ഗ്ലാമർ, എന്താ ഇത്ര ആരോഗ്യം, എന്താ ഇത്ര ചുറുചുറുക്ക്, നിങ്ങളെ തന്നെ നിങ്ങൾ അങ്ങനെ കണ്ടേ. ഒത്തിരി പേർക്ക് നിങ്ങൾ പേഴ്സ് എടുത്ത് ഇങ്ങനെ കൊടുക്കുന്ന കണ്ടേ, വാരിക്കോരി കൊടുക്കുന്ന കണ്ടേ. നിങ്ങൾ വായ്പ വാങ്ങുകയില്ല, വായ്പ കൊടുക്കുന്നതിനാകും. നിങ്ങളുടെ പേഴ്സ് ഒന്നുമില്ലായിരിക്കാം, പക്ഷെ എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് കണ്ടേ. ഓ ഹല്ലേലൂയ. ഒത്തിരി പേരുടെ മുഖത്ത് ആ ചിരി നിങ്ങൾ കണ്ടേ, നിങ്ങൾ കൊടുക്കുമ്പോൾ അവർ നിങ്ങൾ ബ്ലെസ് ചെയ്യുന്നത് കണ്ടേ. ഹല്ലേലൂയ എന്ന് വെറുതെ പറയുമല്ല, നിങ്ങളത് കണ്ടേ കണ്ടേ കണ്ടേ. കാരണം അത് ക്രിയേറ്റ് ആവും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ചുറ്റും ഒരു അനുഗ്രഹമായിരിക്കുന്നത് കണ്ടേ. വചനം പറയുന്നത് നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും. കണ്ടേ. അബ്രഹാം പിതാവാകുന്നതിന് മുന്നമേ ദൈവം അബ്രഹാമോട് പറഞ്ഞു നീ പിതാവാണ്. അബ്രഹാം ഒറിജിനലായിട്ട് പിതാവായില്ല, അപ്പോഴേ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് വിളിച്ചു നീ ബഹുജാതികളുടെ പിതാവ്. നിങ്ങളെ തന്നെ വിളിക്കുക, ചില കാര്യങ്ങളൊക്കെ വിളിക്കുക. ഐ ആം ബിലവഡ്, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ്, ഞാനൊരു വലിയ ധനാഢ്യനാണ്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ്, എൻ്റെ മക്കളൊരു അനുഗ്രഹമാണ്, എൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് അതിന് തുല്യം വയ്ക്കുക ഒന്നുമില്ല, ഭയങ്കര ആരോഗ്യമാണ്, ഒരു രോഗവും എന്നെ തൊടത്തില്ല. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ ഒരു സബ്സ്റ്റേഷൻ ആയിട്ട് കണ്ടേ, ഒരു ഹെവി വോൾട്ടേജ് ആയിട്ട് കണ്ടേ. എന്തൊക്കെ നിങ്ങൾ അടുത്തേക്ക് ഒന്ന് തൊടാൻ വന്നാലും തൊടാൻ പറ്റാതെ ഒരു വലിയ വെളിച്ചമായി കണ്ടേ. ഓ ഇത് വെറുതെ കാണാൻ പറയുമല്ലോ, ദൈവത്തിന്റെ വചനം പറയുക നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. സ്വർഗീയ പിതാവിനെ കുറിച്ച് പറയാണ്, അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ്. നിങ്ങളുടെ പിതാവായതുകൊണ്ട് അവൻ വെളിച്ചങ്ങളുടെ പിതാവായത്, നിങ്ങൾ വെളിച്ചമാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നിങ്ങൾ കണ്ടുണ്ടോ ഏതെങ്കിലും ഒരു വെളിച്ചത്തിൽ ഒരു ഇരുട്ടിനെ കണ്ടുണ്ടോ? വെളിച്ചം കിടക്കുന്ന വെളിച്ചമുള്ള മുറിക്കകത്ത് ഇരുട്ടിനെ കണ്ടുണ്ടോ? ഇന്ന് വീട്ടിൽ പോയി നോക്കണം, നോക്കണം, എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചോണ്ട് വരണം. ഉണ്ടോ? കണ്ടിട്ടില്ലല്ലോ. നിങ്ങളാണ് ആ ഭവനത്തിന്റെ വെളിച്ചം, നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിന്റെ വെളിച്ചം, നിങ്ങളാണ് നിങ്ങളുടെ ദേശത്തിന്റെ വെളിച്ചം. നിങ്ങൾ നിൽക്കുന്നിടത്ത് ഇരുട്ടുണ്ടാകാൻ പാടില്ല, നിങ്ങൾ അനുവദിക്കത്തില്ല. നിങ്ങൾ അതിനെ കണ്ടേ, നിങ്ങൾ നടന്നു പോകുമ്പോൾ വെളിച്ചം ഓടണം കണ്ടേ. കാരണം എന്താ, ഞാനൊരു ടോർച്ച് കൊണ്ടുപോയാൽ, ഒരു മിന്നാമിന്ന കൊണ്ടുപോയാൽ പോലും വെളിച്ചം പോകുമ്പം ആ ഇരുട്ട് ഓടൂലേ? അത് പോയിടത്തെല്ലാം ഇരുട്ട് ഓടൂലേ? ഓടിക്കണ്ടല്ല, ഓടൂലേ? അങ്ങനെയാണ് നിങ്ങളെ കണ്ടേ.
നിങ്ങൾ പോകുന്നിടത്തൊക്കെ വെളിച്ചം, 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 വെളിച്ചം. എവിടെയൊക്കെ പോവോ അവിടെയൊക്കെ വെളിച്ചം. നിങ്ങളുടെ ഭവനത്തിൽ കയറി ചെല്ലുമ്പോൾ അവിടെ വെളിച്ചം. എവിടെ ഇരുട്ടുണ്ടോ അവിടെ വെളിച്ചം, വെളിച്ചം, വെളിച്ചം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ തന്നെ കണ്ടേ, നിങ്ങളൊരു വെളിച്ചമാണ്. പറയും, ഞാൻ ഒരു വെളിച്ചമാണ്. ഹല്ലേലൂയ, ഞാൻ വെളിച്ചമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഓ ഹല്ലേലൂയ. നിങ്ങളെ തന്നെ കണ്ടേ, വെളിച്ചമായി കണ്ടേ, വെളിച്ചത് ധരിച്ചിരിക്കുന്ന കണ്ടേ, പുറത്ത് മുഴുവൻ വെളിച്ചമായി നടക്കുന്ന കണ്ടേ. നിങ്ങളെ കാണുന്നവർ പറയുകയാണ്, എന്താണെന്നുള്ള ഒരു വെളിച്ചം വരുന്നുണ്ട്, ഒരു വെളിച്ചം വരുന്നുണ്ട്. നിങ്ങളെല്ലാം കാണുന്നത്, നിങ്ങളെ ചുറ്റിയിരിക്കുന്ന അവന്റെ മഹത്വത്തെ കാണുന്നേ, അതൊരു വെളിച്ചം പോലെ. വചനം പറയുന്നത്, ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ വെളിച്ചത്തെ ധരിച്ചിരിക്കുന്ന. മക്കളും അങ്ങനെയാ, വെളിച്ചം ധരിച്ചിരിക്കുകയാണ്. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. 10 പ്രാവശ്യം പറഞ്ഞു നോക്കി, ഞാൻ എൻ്റെ ഭവനത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ എൻ്റെ വീടിൻ്റെ വെളിച്ചമാണ്, ഞാൻ പോകുന്ന സ്ഥലങ്ങൾ ഞാനൊരു വെളിച്ചമാണ്. അത് പറഞ്ഞു നോക്കിയേ. ആ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ പറയുന്നതിൻ്റെ പവർ കാണാൻ പറ്റും. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്, നീ വെളിച്ചമാണ്. ഹല്ലേലൂയ. ശത്രുവിനെ ഇടിക്കാൻ പറ്റുമോ? നിങ്ങളെ തൊടാൻ പറ്റുമോ? നിങ്ങളെ വേണ്ടപ്പെട്ടവരെ തൊടാൻ പറ്റുമോ? നിങ്ങൾ എവിടെ ഉണ്ടോ അവിടെ വെളിച്ചം ആയിരിക്കും. അവിടെ ഇരുട്ട് ഓടും, ഇരുട്ട് ഓടിയിരിക്കും. ഹല്ലേലൂയ. ചില ഇരുട്ടൊക്കെ നിലവിളിച്ചുകൊണ്ട് ഓടും. കാരണം നീ വെളിച്ചമാണ്, നീ വെളിച്ചത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഹൃദയത്തിനകത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ വചനത്തെ കൊടുക്കുമ്പോൾ, ആ വചനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻക്യുബേഷൻ പോലെ. അതായത് ഈ സ്പിരിറ്റ് വേൾഡിനകത്ത് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഗർഭപാത്രമാണ് ഈ പ്രത്യാശയെങ്കിൽ, ഈ പ്രതീക്ഷയെങ്കിൽ, അതിനകത്തിടുന്ന വിത്താണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്നത്, ദൈവത്തിന്റെ വചനം ഒരു വിത്താണെന്നാണ്. അതുപോലെ തന്നെ സംഗീതക്കാരൻ പറയാണ്, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രകാശിക്കുന്നു, വെളിച്ചം നൽകുന്നു. ഒരു ക്യാമറ എങ്ങനെയാണ്, നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ ഒരു ക്യാമറ ശ്രദ്ധിച്ചറിയാം. ക്യാമറ ലൈറ്റ് എവിടെ പതിക്കുമോ അതിനെ ഇങ്ങനെ ഒപ്പിയെടുക്കും. ശരിയല്ലേ? ആ പിക്ചറിനെയാണ് കാണിച്ചത്. ദൈവത്തിന്റെ വചനം അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ അതെന്തായിരിക്കുന്നു അത് നമ്മുടെ ലൈഫിനകത്ത് അത് വെളിപ്പെടും. അത് പ്രകാശമായിട്ട് അവിടെ വെളിപ്പെട്ടിരുന്നു. അതായത് അത് നിങ്ങൾക്ക് പിക്ചറൈസ് കാണാൻ പറ്റിയാൽ നിങ്ങൾ ലൈഫിൽ അത് കാണും. ഹല്ലേലൂയ. ഇന്ന് എല്ലാവർക്കും മെഡിറ്റേറ്റ് ഒത്തിരി കാര്യങ്ങളായിപ്പോയി. ഒരുപാട് ചിന്തകളും ഇന്ന് ഡെയിലി കാണുന്ന സോഷ്യൽ മീഡിയയൊക്കെ ഇമാജിനേഷൻ്റെ നല്ലൊരു ഭാഗത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇന്ന് ആ പൊസിഷനെ ദൈവത്തിൻ്റെ വചനം ടേക്ക് ഓവർ ചെയ്യട്ടെ. ദൈവത്തിൻ്റെ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്യാനായി നിങ്ങൾ ചില സ്പേസുകളെ കൊടുക്കുക. ആ സ്പേസ് നിങ്ങൾ കൊടുക്കുമ്പോൾ ആശ്രയങ്ങൾ ചിലതൊക്കെ ഉണ്ടായി വരാൻ തുടങ്ങും. നമ്മുടെ ഇമാജിനേഷനകത്ത് ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്തിനെ പ്ലാന്റ് ചെയ്യണം. നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും, നിങ്ങളത് ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് ഒരു ഗാർഡൻ പോലെയാണ്, ഒരു പൂന്തോട്ടം പോലെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, പൂന്തോട്ടം നിങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കിട്ടുന്നാലും കുറേ സാധനങ്ങൾ പൊടിച്ചു വരും. ഒന്നും മൈൻഡ് ചെയ്യണ്ട, കുറേ സാധനങ്ങൾ, ഒരു ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ പൊടിച്ചു വരും. നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് അവിടെ വളരണമെന്ന്. ശരിയല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കുറേ വിത്ത് സെലക്ട് ചെയ്ത് പാകി മനോഹരമായൊരു പൂന്തോട്ടമാക്കാം. ഇല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പൂന്തോട്ടമായി മാറാം. പൂന്തോട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കാട്. പലരുടെയും മനസ്സുകൾ അങ്ങനെ ചില പൂന്തോട്ടങ്ങളാണ്. ആ പൂന്തോട്ടം കണ്ടാൽ പറയാൻ പറ്റും നിങ്ങളവിടെ എന്ത് വിത്തിട്ടു എന്ത് വിത്തിട്ടില്ല. ശരിയല്ലേ? ദൈവത്തിൻ്റെ വചനം വിത്താണ്. ചില തീരുമാനം എടുക്കണം, ഇന്നതൊക്കെ ഞാൻ പ്ലാൻ ചെയ്യും, ഇന്നതൊക്കെ ഞാൻ അവിടെ പ്ലാൻ ചെയ്യും. അതാണ് ഫലം കഴിക്കാനായിട്ട് പോകുന്നത്. ചിന്തകൾ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, 2 കൊരിന്ത്യർ 10-4 വാക്യങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ചെടികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തികളവയത്രേ. അടുത്ത വചനം പറയാം, എന്താണ് ആ ശക്തി? അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും പിടിച്ചടക്കി, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. അതായത് ചില ചിന്തകൾ പൊങ്ങി വരുമ്പോൾ നമ്മൾ അതിനെ മൂടോടെ കട്ട് ചെയ്ത് കളയും. ആ ചെടി വേണ്ട, അവിടെ ഞാൻ വേറെ ചില വിത്തുകൾ പാകും. മനോഹരമായ ഒരു പൂന്തോട്ടം വേണം എനിക്ക്, എൻ്റെ ലൈഫ് ഏറ്റവും മനോഹരമാകണം. അതുകൊണ്ട് ഞാൻ ചിലതിനെയൊക്കെ പ്ലക്ക് ഔട്ട് ചെയ്ത് കളയും, ചിലതൊക്കെ പുതിയ വിത്തുകൾ അവിടെ വയ്ക്കും. ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ അവിടെ പ്ലാന്റ് ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതമാകുന്ന ഗാർഡനെ നിങ്ങളുടെ മനസ്സൊന്ന് ഇമാജിൻ ചെയ്യുക, ആശിക്കുക, ചിന്തിക്കുക, പ്ലാൻ ചെയ്യുക. ദൈവത്തിൻ്റെ വചനമാണ് അതിൻ്റെ ബേസ്.
എങ്ങനെയെങ്കിലും വളരാൻ വേണ്ടി വിട്ടുകൊടുക്കരുത്, എങ്ങനെയെങ്കിലും ആയിത്തീരാൻ വേണ്ടി കളയരുത്, എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടി ഇല്ലാതാക്കരുത്. ഫിലിപ്പിയർ 4:8 പറയുകയാണ്, എന്ത് ചിന്തിക്കണം. എന്ത് ചിന്തിക്കില്ല എന്ന് പറയും പോലെ തന്നെ എന്ത് ചിന്തിക്കണമെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഫിലിപ്പിയർ 4:8 അവിടെ എന്ത് ചിന്തിക്കണമെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. അത് ചിന്തിക്കുക, അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി വരും. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ സന്തതി ഇപ്രകാരമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ. ശ്രദ്ധിച്ചോളേ, ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. ഇമാജിനേഷൻ എത്ര പവർ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒന്ന് ഉദാഹരണം പറയാം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി ഞാൻ വർദ്ധിപ്പിക്കും. ഒറ്റ വാക്ക്, നിന്റെ സന്തതിയെ, നിന്റെ കുടുംബത്തെ ഞാൻ വലുതാക്കും. നിനക്ക് വലിയൊരു കുടുംബം ഉണ്ടാവും. നീയും സാറായി മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ, നിനക്ക് വലിയൊരു കുടുംബം തരും. അബ്രഹാം അന്തി ചെന്നപ്പോൾ അബ്രഹാം ദൈവം വിളിച്ചോണ്ട് വരുവാണ്. വിളിച്ചോണ്ട് പുറത്തുനിന്ന് ചോദിച്ചു, മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു. ആകാശത്തെ നോക്കടാ. നോക്കിയപ്പോൾ എന്ത് കാണുന്നു? നിറയെ നക്ഷത്രം കാണുന്നു. എണ്ണാൻ പറ്റുന്നില്ല ദൈവമേ. ഞാൻ എണ്ണി 1000, 1001, 3000, 4000 എണ്ണി തീരുന്നില്ല. കർത്താവ് പറഞ്ഞു, ഇപ്പൊ നിനക്ക് മനസ്സിലൊരു പിക്ചർ ഉണ്ടായല്ലോ, ഒരു ഇമാജിനേഷൻ ഉണ്ടായല്ലോ, ഇങ്ങനെ ആകും നിന്റെ സന്തതികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അവന് ഇമാജിൻ ചെയ്യാൻ ഒരു സാധനം കൊടുത്തു. എങ്ങനെയാണ് നിന്റെ മക്കളെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഐഡിയ ഇല്ല, എങ്ങനെ ആകുമെന്നറിയില്ല. അപ്പൊ ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ നീ എണ്ണ നോക്ക്, അതുപോലെ ആയിത്തീരും. എന്ന് വെച്ചാൽ അതുപോലെ നീ ചിന്തിക്ക്, അത്ര ആയിത്തീരും. ഇമാജിനേഷന്റെ പവർ കണ്ടോ? കടൽക്കരയിലെ മണൽത്തിരിയട് എണ്ണാൻ പറ്റുമോ? അതുപോലെ ആയിത്തീരും. ദൈവം അവനെ കൊടുക്കുകയാണ് ആ ഇമാജിൻ ചെയ്യാനുള്ള ഒരു കാര്യത്തെ. നിന്നെ ദൈവം നിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുക, നിന്നെ ഞാൻ ബ്ലസ് ചെയ്യും. എങ്ങനെ ബ്ലസ് ചെയ്യും? ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒത്തിരി ബ്ലസ്സിംഗ് ഉണ്ട്. അതുപോലെ നീ നിന്നെ കാണുക. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അബ്രഹാമോട് നിന്റെ സന്തതി ഇപ്രകാരമാകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അടുത്ത് നോക്കിയപ്പോ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് സാഹചര്യങ്ങൾക്ക് വിരോധമായി, ആശയ്ക്ക് വിരോധമായി അവൻ ആശയോടെ വിശ്വസിച്ചു. കണ്ടോ, ആശ എന്ന വാക്ക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ? വെറുതെ വിശ്വസിക്കുമല്ല, ആശയോടെ വിശ്വസിച്ചു. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. ചുമ്മാ എനിക്ക് വിശ്വാസമുണ്ട് പറയാം, വിശ്വാസമുണ്ട് പറയാം. എന്ത് വിശ്വാസമുണ്ട്? എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നല്ല, എന്ത് സംഭവിക്കുമെന്ന് നീ വിശ്വസിക്കുന്നു അതാണ് സംഭവിക്കുക. യോബിന്റെ പുസ്തകം എഴുതിക്കുമ്പോൾ യോബിന് ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചു. വചനം പറയുകയാണ്, യോബ് പറയുകയാണ്, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് സംഭവിച്ചു. എന്ത് സംഭവിക്കും ഞാൻ ഭയപ്പെട്ടിരുന്നുവോ അതാണ് എനിക്ക് സംഭവിച്ചത്. ഹല്ലേലൂയ. യോബ് തന്റെ മക്കളെ കുറിച്ച് ഒരുപാട് ഭയപ്പെട്ടിരുന്നു. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, കാരണം സ്ഥിരം അവർക്ക് വേണ്ടി യാഗം കഴിക്കുമായിരുന്നു. അത് ഭയത്തിൽ നിന്നായിരുന്നു. ആ ഭാഗങ്ങൾ വായിക്കും മനസ്സിലാകും. അപ്പോൾ യോബ് പറയുകയാണ്, എന്ത് ഞാൻ ഭയപ്പെട്ടിരുന്നുവോ അതെനിക്ക് സംഭവിച്ചു. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? മർക്കോസ് 11:24 പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ദൈവത്തോട് ചോദിച്ചാൽ അതൊക്കെ കിട്ടി എന്ന് വിശ്വസിപ്പില്ല, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. അപ്പൊ ഉണ്ടാകുന്നതിന് മുന്നേ കിട്ടിയെന്ന് നീ കാണണം, വിശ്വസിക്കണം. ഹല്ലേലൂയ. നീ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത്? അത് നിന്റെ കയ്യിൽ ഉണ്ടെന്ന് നീ കാണണം. ദൈവം നിന്നോട് പറഞ്ഞു, നീ ആ ബഹുജാതികൾക്ക് പിതാവാകും, നീ കാണുക. ഇവിടെ പറയുകയാണ്, അബ്രഹാം, ദൈവം പറഞ്ഞു നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റുമെന്ന് പറയുമ്പോൾ അവൻ അടുത്ത് നോക്കിയപ്പോൾ അവൻ തന്റെ ശരീരത്തിലേക്ക് നോക്കി, ശരീരം നിർജീവമായി പോയി. താൻ 100 വയസ്സുള്ളവനായി ശരീരം നിർജീവമായി പോയി. ഭാര്യയിലേക്ക് നോക്കി, ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായി. വചനം പറയാണ്, അവൻ അത് ഗ്രഹിച്ചു. തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രം നിർജീവമായി പോയതും അവൻ ഗ്രഹിച്ചിട്ടും ആശയ്ക്ക് വിരോധമായി, സാഹചര്യങ്ങൾക്ക് വിരോധമായി അവൻ ആശയോടെ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? ഞാൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. അടുത്ത വചനം പറയുകയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് അവൻ മഹത്വം കൊടുത്തു. എന്തുകൊണ്ട്? ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അവന് അത് ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. നിനക്ക് ബോധ്യമുണ്ടോ? ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. നിന്റെ ശരീരം പറയും നോ ചാൻസ്. അബ്രഹാമിന് 100,000 കാര്യങ്ങളുണ്ടായിരുന്നു. 100 വയസ്സായി, ശരീരമൊക്കെ നിർജീവമായി. ശരീരം പറഞ്ഞു ചാൻസ് ഇല്ല. മെഡിക്കൽ സയൻസ് പറഞ്ഞു ചാൻസ് ഇല്ല. ഭാര്യയിലേക്ക് നോക്കി,
അവിടെയും ചാൻസ് ഇല്ല. അത് ഞാൻ പറയുന്നതാണ്, അതൊക്കെ ശരിയാണ്, ഗ്രഹിച്ചു, കാര്യങ്ങളൊക്കെ ശരിയാണ്, അതൊക്കെ മനസ്സിലാക്കി, എല്ലാം മനസ്സിലാക്കി വെച്ചു. എന്നിട്ടൊരു കാര്യം ചെയ്തു, അതൊക്കെ അവിടെ നിന്നോട്ടെ. അതിനപ്പുറമായി ഒരു ആശയുണ്ട്, എനിക്കൊരു പ്രത്യാശ ഉണ്ട്. എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ അവർ ശക്തനാണെങ്കിൽ ഞാൻ ബഹുജാതികളുടെ പിതാവായി തീരും. ഹല്ലേലൂയ. പോക്കറ്റെടുത്ത് പേഴ്സിൽ നോക്കി, ഒന്നുമില്ല, ഫാക്റ്റാണ്, ഗ്രഹിച്ചു, ശരിയാണ്, ഇല്ല, ഒന്നുമില്ല. അക്കൗണ്ട് ബാലൻസ് നോക്കി, -3, ശരിയാണ്, എല്ലാം ശരിയാണ്, വച്ചു, മാറ്റി വെച്ചു. അതിന് വിരോധമായി എൻ്റെ ദൈവം ഇന്നും ജീവിക്കയാൽ അവൻ എന്നോട് പറഞ്ഞു, നീ വായ്പ വാങ്ങുകയില്ല, വായ്പ കൊടുക്കും, നീ അനേകർക്ക് ബ്ലെസ്സിങ് ആവും. അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങനെ ആയിത്തീരും. ഹല്ലേലൂയ. അബ്രഹാം ഇങ്ങനെ എനിക്ക് തോന്നുന്നു എത്ര ദിവസം പറഞ്ഞ് എനിക്ക് അറിയത്തില്ല, പക്ഷേ അവൻ ആയിത്തീർന്നു. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. 75-ാമത്തെ വയസ്സിലാണ് അബ്രഹാമോട് ദൈവം പറഞ്ഞത്, അങ്ങനെ ബഹുജാതികൾക്ക് പിതാവാക്കും. പക്ഷേ അബ്രഹാം സംശയിച്ചില്ല. എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ അത് ചെയ്യുവാൻ അവൻ ശക്തനെന്ന് അവൻ പൂർണ്ണമായൊരു ബോധ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ദൈവം ചെയ്യാൻ പറഞ്ഞാൽ അവൻ കഴിവുള്ളവനാണ്, അവൻ ചെയ്യുന്നവനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അപ്പോൾ ഇന്നൊരാശ ഉണ്ടാവട്ടെ, കൊതി ഉണ്ടാവട്ടെ, ഒരാശ ഉണ്ടാവട്ടെ. ഇതുവരെ ആശ നശിച്ചവരായിരുന്നെങ്കിൽ, എല്ലാ പ്രത്യാശയും പോയവരാണെങ്കിൽ, ഇന്ന് കുഴിമാന്തി ആശയെ പുറത്തു കൊണ്ടുപോകാം. എൻ്റെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ആരുടെയൊക്കെയോ പറഞ്ഞ പ്രവചനങ്ങൾ ഇന്ന് പുറത്തെടുക്ക്. അതൊക്കെ ഇന്ന് പുറത്തു പോവാ. അത് ഇന്ന് നമുക്ക് സിമന്റ് മണലൊക്കെ വെച്ച് പുറത്തു കൊണ്ടുവരാം. അതിന് ബ്ലൂ പ്രിന്റ് കിട്ടിയാൽ ബാക്കി റെഡി. ബ്ലൂ പ്രിൻ്റൊക്കെ കുഴിച്ചു മൂടി പലരും ഒരു പ്രതീക്ഷയിൽ നടക്കൂല. സിമന്റ് മണലൊക്കെ കിടപ്പുണ്ട്. സ്വർഗത്തിന്റെ എല്ലാ റിസോഴ്സും ഉണ്ട് പ്രിയരെ. നമുക്ക് റിസോഴ്സ് എല്ലാം സ്വർഗത്തിൻ്റെതാ, അത് ഓൾറെഡി അവൈലബിൾ ആണ്. പക്ഷെ ബ്ലൂ പ്രിന്റ് നിന്റേതാ. നീ കാണ്. നീ അനേകർക്ക് അധിപതിയായി ഇന്ന് വാഴുന്നത് കാണ്. അനേകർ ജോലിക്കാരെ നീ ജോലി ചെയ്യിക്കുന്നത് കാണ്. അനേകർക്ക് ജോലി കൊടുക്കുന്നതായി കാണ്. അനേകർക്ക് നീ ഒരു ബ്ലെസ്സിങ് ആയിരിക്കുന്നത് കാണ്. നീ അനുഗ്രഹിക്കപ്പെട്ട നിനക്ക് ഇഷ്ടമുള്ള കാറിൽ സഞ്ചരിക്കുന്നതായിട്ട് കാണ്. എല്ലാം അനുഗ്രഹം അതേ പറയാനുള്ളൂ. പിന്നെ സുവിശേഷം അനുഗ്രഹമാണ്, അനുഗ്രഹമല്ലാതെ മറ്റൊന്നും പറയാനില്ല. അത് നല്ല വാർത്തയാണ്. നീ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ദൈവിക സ്റ്റാൻഡേർഡിൽ നീ ജീവിക്കുമെന്നുള്ളത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. അത് നടന്നിരിക്കും. പക്ഷെ നിന്റെ മനസ്സുകൊണ്ട് തടസ്സമിടല്ലേ, നിന്റെ ഇമാജിനേഷൻ തടസ്സം ഉണ്ടാക്കരുത്. അയ്യോ, കഴിഞ്ഞ നാളുകൾ എൻ്റെ ജീവിതം അത് വെച്ചിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു പോരെ, ഇനി അത്ര വലിയ സ്വപ്നമൊന്നും വേണ്ട, ഇനി തട്ടിക്കൂട്ടി പോയാൽ മതിയെങ്കിൽ അവിടെ നീ ലിമിറ്റ് ചെയ്യുകയാണ്. 100,000 തടസ്സം ഉണ്ടായാലും ദൈവം നിനക്ക് പറഞ്ഞ പ്രോമിസ് ദൈവം നിവർത്തിക്കും. നീ അതിന് കൈ കൊടുക്കണം, നീ അതിന് യെസ് പറയണം, നീ അതിന് ഇമാജിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നീ അത് കാണും.